ഹായ്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ചോദ്യവും ആയിട്ടാണ്. അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് ഇൻക്രീസിനെ പറ്റിയാണ്. ഒണ്ടാരിയോയുടെ റെൻറ്റ് ഇൻക്രീസിനെ പറ്റി ലാൻഡ് ലോഡിനെയും ടെനൻറ്റിനെയും ബേസ് ചെയ്തുള്ളത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലീസ് എഗ്രിമെൻറ്റിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ, ലാൻഡ് ലോഡ്സായിട്ടും ടെനൻസായിട്ടും ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പർട്ടിക്കുലർ ലീസ് എമൗണ്ട് കാണും. അതിപ്പം 3000 ആയിക്കോട്ടെ, 4000 ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ ലീസ് എമൗണ്ട് കാണും. ആ ലീസ് എമൗണ്ട് എന്ന് പറയുന്നത് ആ ലീസ് എഗ്രിമെൻറ്റ് ടൈം പീരീഡ് അവസാനിക്കുന്നത് വരെ ബൈൻഡിങ് ആണ്. അത് ലാൻഡ് ലോഡിനും ടെനൻറ്റിനും ബൈൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലാൻഡ് ലോഡ് നമ്മളെ ഫോഴ്സ് ചെയ്യുക, റെൻറ്റ് ഇൻക്രീസിന് ഫോഴ്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ഇല്ലീഗലാണ്. ഇല്ലീഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് ടെനൻസിനെ അവരുടെ വില്ലിന് അഗെയിൻസ്റ്റ് ഇത്ര പൈസ വേണം അല്ലെങ്കിൽ ഇത്ര റെൻറ്റ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറയാനുള്ള റൈറ്റ് ലാൻഡ് ലോഡിന് ഇല്ല. പിന്നൊരു കാര്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് ഇപ്പോൾ എടുക്കുക അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് നമുക്ക് ആ ലീസ് റിന്യൂ ചെയ്ത് അടുത്ത ടൈം പീരീഡിലേക്കും നമുക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ലാൻഡ് ലോഡ് വന്നിട്ട് ഇത്ര റെൻറ്റ് ഇൻക്രീസ് ചെയ്തു, അതിനുള്ള റൈറ്റും ലാൻഡ് ലോഡിനില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന റെൻറ്റിൻ്റെ 2.5% മാത്രമേ ലാൻഡ് ലോഡിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മൾ ഓൾറെഡി അവിടെ ടെനൻസ് ആണ്, നമ്മൾ ഓൾറെഡി ഇത്ര എമൗണ്ട് പേ ചെയ്യുവാണ്. ആ പേ ചെയ്യുന്നതിൻ്റെ 2.5% മാത്രമേ ലാൻഡ് ലോഡിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. താങ്ക് യു.